രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങണം. ഉമ്മൻചാണ്ടി സാറുടെ മോളാണല്ലോ. സാറുണ്ടായിരുന്നെങ്കിൽ പിന്നെ സാറായിരുന്നു ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടിയിരുന്നത്. അദ്ദേഹം ഇല്ല എന്നുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, എപ്പോഴും അതൊരു കുറവ് തന്നെ. അത് വേറെ ആരെ കൊണ്ടും നികത്താനും പറ്റില്ല, വേറെ ആർക്കും അദ്ദേഹത്തെ പോലെ ആവാനും പറ്റില്ല. പക്ഷെ ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത പ്രചരണങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫേക്കാണ് നാട്ടിലെല്ലാവർക്കും മനസ്സിലായില്ല. പിന്നെ എന്തിനാ ഇനി ഞങ്ങൾ തെളിയിക്കുന്നത്? ഇനി ചെയ്തത് ആരാണെന്നല്ലേ തെളിയിക്കേണ്ടത്? എന്തിനാ രഹസ്യമായി BJP പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു? നിരവധി തവണ കണ്ടിട്ടുണ്ട്. ആരാ പറഞ്ഞ? മുഖ്യമന്ത്രി. അപ്പോൾ ചർച്ച നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ്. പ്രചരണത്തിന് വന്നോ ഇല്ല എന്നുള്ളത് മാത്രം ബന്ധപ്പെട്ടുള്ളൊരു ബന്ധമല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു സ്നേഹബന്ധം ധ്യാനമായിട്ടുണ്ട്. ഇനിയും പാലക്കാട്ടെ ജനങ്ങൾ ആ തീരുമാനം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. കൂടെയുള്ളത് ഷാഫി പറമ്പിൽ MLA ആണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പാലക്കാടേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. പാലക്കാട് ജനങ്ങളുടെ ആ ഒരു സ്നേഹം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അല്ല, അതിനല്ലെങ്കിലും തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇടയിൽ 1-2 തവണ അതിന് മുമ്പും വന്നിരുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അതിൻ്റെ മുമ്പ് ഒരു ദിവസം വന്നായിരുന്നു, അതിൻ്റെ ശേഷം ഒരു ദിവസം വന്നായിരുന്നു. ഇപ്പം ഇന്നലെ രാത്രി വീണ്ടും എത്തി. അപ്പം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വരാറുണ്ട്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണുള്ളത്, പെട്ടെന്നുണ്ടായ തീരുമാനമല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. വടകരയിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും പല ചർച്ചകളും നടക്കുകയാണ്. വിവാദങ്ങൾ ഒട്ടും അടങ്ങുന്നില്ല. ഇപ്പം തന്നെ വർഗീയതയ്ക്കെതിരെ വടകരയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CPM കുടുംബയോഗങ്ങൾ വിളിക്കുന്നു, യോഗങ്ങൾ ഇപ്പോഴും സംഘടിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത പ്രചരണങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടിൻ്റെ പുറത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലല്ല, ഇല്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉണ്ടാക്കിയത് ആരാണെന്നുള്ള സംശയം ഇപ്പോൾ നാട്ടിലെ എല്ലാവർക്കും ഏതാണ്ട് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ആ പയ്യൻ്റെ പേരിൽ വന്ന ആരോപണം തെറ്റായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ പറയാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ദുരുദ്ദേശത്തോട് ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നാളെ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നുണ്ട് 11-ാം തീയതി. അതിൽ 2 കാര്യമാണ്. ഒന്ന്, അതിൻ്റെ അവിടെ പരാജയം ഉറപ്പിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ്. 1. 2, ഞങ്ങളുടെ വിജയത്തിന് വേറൊരു നിറം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. 3, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിനും അതിന് ഇങ്ങനെ ഒരു കളർ കൊടുക്കാനുള്ള വളരെ മോശപ്പെട്ട ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാൻ 11-ാം തീയതി അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ KK ശൈലജ ടീച്ചർക്കെതിരെ കാഫിർ പരാമർശം നടത്തി എന്നാണ് CPM ആരോപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്, ഇത് കാഫിർ എന്ന പരാമർശം നടത്തിയ ആരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പോലീസ് ചെയ്യണ്ടേ? 10 ലക്ഷം അത് യൂത്ത് ലീഗാ പറഞ്ഞ ആരാണ് ചെയ്തതെന്നുള്ളത് പോലീസ് കണ്ടെത്തണ്ടേ? പോലീസിന് എത്ര നിഷ്പ്രയാസം അത് ചെയ്യാൻ പറ്റും? ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആണെന്നുള്ളതുകൊണ്ടാണല്ലോ പോലീസ് ആ പയ്യനോട് പറഞ്ഞത്. നിരപരാധിത്വം തെളിയിക്കാൻ കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ടോ വടകരയിൽ? ഇത് ഞങ്ങളല്ല ചെയ്തത് എന്ന് തെളിയിക്കാൻ. അത് ഫേക്കാണ്, നാട്ടിലെല്ലാവർക്കും മനസ്സിലായില്ല. പിന്നെ എന്തിനാ ഇനി ഞങ്ങൾ തെളിയിക്കുന്നത്? ഇനി ചെയ്തത് ആരാണെന്നല്ലേ തെളിയിക്കേണ്ടത്? അത് പോലീസ് ചെയ്യട്ടെ. വടകരയിൽ വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു, അതൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുണ്ട്. എത്രയാണ്? അല്ലെങ്കിൽ എന്നോട് എന്തിനാ സ്നേഹം കാണിക്കുന്നത്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തനം എന്നുള്ള ലേബലല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല, ഞാനൊരു സിനിമാ നടനല്ല, ഞാനൊരു ആർട്ടിസ്റ്റല്ല, ഞാനൊരു ഗായകനല്ല, ഒന്നുമല്ല. ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതല്ലാതെ വേറൊരു ലേബലും എനിക്കില്ല. ആ ലേബലിൽ ആൾക്കാർ നൽകുന്ന സ്നേഹം, അതിലവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് വോട്ടാണ്. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ജനത രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകേണ്ട ആവശ്യമില്ല. ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 4-ാം തീയതി അറിയാലോ. ഇപ്പോൾ പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ് റഹീം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ജനങ്ങൾക്ക് അറിയാലോ, അവർ വിലയിരുത്തട്ടെ. അതുപോലെ അവരവിടെ ഉന്നയിച്ചൊരു ആരോപണം എന്ന് പറയുന്നത്, വടകരയിൽ ഷാഫിയെ നിർത്തിയിരിക്കുന്നത് പാലക്കാട് BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പാലക്കാട് BJPക്കും വടകര കോൺഗ്രസിനും എന്ന നിലയിലേക്ക് ഒരു കച്ചവടം അവിടെ നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം വലിയ രീതിയിൽ. ഞങ്ങളല്ലല്ലോ ജാവേദ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും അടച്ചിട്ട മുറിയിലും ആരും കാണാതെയും നിരവധി തവണ ഞാനും കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞു. ഞങ്ങളാരും അല്ലല്ലോ. BJP ആയിട്ടുള്ള ഡീലൊക്കെ ആരാ നടത്തുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇവിടെ അവരെ മുമ്പ് തോൽപ്പിച്ചിട്ടുള്ളതാണ്. ഇനിയും പാലക്കാട്ടെ ജനങ്ങൾ ആ തീരുമാനം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. അവരും കൂടെ മത്സരിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൽ അവരിപ്പോൾ തന്നെ എന്തിനാ BJP ജയിക്കുന്നു പ്രചരിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? CPM ജയിക്കുന്നു വേണമെങ്കിൽ പറഞ്ഞൂടെ? അത് പറഞ്ഞതിന് പകരം BJP ജയിക്കുന്നു പറയുന്നത് എന്തിനാ? BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കുന്നതും ചർച്ച നടത്തുന്നതും ചായ പിടിക്കാനെന്നുള്ള പേരിൽ പരസ്പരം നേതാക്കന്മാർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയ പട്ടികയിലൊന്നും ഞങ്ങളാരും ഇല്ല. പക്ഷെ പാലക്കാട് ജയിച്ച സമയത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അവസാന നിമിഷമാണ് ഷാഫി പറമ്പിലിന് അനുകൂലമായി ഒരു ജയം ഉണ്ടാകുന്നത്, അതും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ എതിർവിഭാഗം ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അതുപോലെ പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ഷാഫി ജയിച്ചത്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. ഭാഗ്യക്കുറി ആയിരുന്നില്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ.
ജനങ്ങൾ വോട്ടല്ലേ, അതിപ്പോൾ അവർ കണ്ണടച്ചിട്ട് കുത്തിയിട്ട് എൻ്റെ പേരിൽ വരുന്നതല്ലല്ലോ, അല്ലെങ്കിൽ UDFൻ്റെ പേരിൽ വരുന്നതല്ലല്ലോ. അവർ ആ വോട്ടിംഗ് മെഷീനിൽ നോക്കി ഏത് ചിഹ്നത്തിൽ കുത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് അത് തെളിഞ്ഞു വന്നിട്ട് കിട്ടുന്ന കൗണ്ട് കൊണ്ടല്ലേ ജയിക്കുന്നത്. അതിലെവിടെ ഭാഗ്യത്തിൻ്റെ അംശം? പക്ഷെ പാലക്കാട് BJPക്ക് ഒരു ഉയർച്ച ഉണ്ടോ? BJP വല്ലാണ്ട് പ്രതീക്ഷയും വെക്കുന്നുണ്ട് പാലക്കാട്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വെക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അവർ വെച്ചിട്ടില്ലേ? ജനങ്ങളാണല്ലോ എൻഡ് ഓഫ് ദ ഡേ തീരുമാനം എടുക്കേണ്ടത്. ആ ജനങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാവുന്നുള്ളതും പാലക്കാടിൻ്റെ മതേതര മനസ്സിലുള്ള ക്രെഡിബിലിറ്റിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും പാലക്കാട് വരില്ല. അതുപോലെ ഈ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും അവർ പറയുന്നത്, നോക്കൂ AK ആന്റണിയുടെ മകൻ ഞങ്ങൾക്ക് ഒപ്പം BJPയിൽ വന്നു, കരുണാകരൻ്റെ മകൾ വന്നു, അതാ BJPയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കളും അവരുടെ മക്കളും ഒക്കെ വരികയാണ് എന്നാണ് BJP പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ ശേഷം അവരുടെ പോസ്റ്റ് വന്ന് നിങ്ങൾ കണ്ടതാണ്. ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത്തരം ശ്രമങ്ങളെയൊക്കെ കോൺഗ്രസ്സിന് പ്രതിരോധിക്കാനും അതിൽ നിന്ന് തിരിച്ചു വരാനും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിയും. പക്ഷെ ഇപ്പം അതല്ല ചർച്ച. ഇപ്പം ചർച്ച ഇവരുടെ ഉന്നത നേതൃത്വം BJPയുമായി രഹസ്യമായി ചർച്ച നടത്തിയ ആൾ ഇപ്പോഴും LDF കൺവീനറാണ്. ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറയും. ഇത്ര വാശിയേറിയ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ സമയത്ത് അദ്ദേഹം കുടുംബമൊത്ത് വിദേശയാത്രയിലാണ്. ഒരു ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും സ്റ്റേറ്റിലെ സേവനത്തിന് വേണ്ടിയുള്ള സമയം ചെലവഴിക്കാനല്ല. BJP ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ത്രിപുരയിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള ടഫ് ഫൈറ്റ് ബാക്കി കിടക്കുമ്പോൾ ഹീ ഈസ് നോട്ട് ഹിയർ. ഒരു സ്ഥലത്തേ ഇല്ല. അപ്പം BJP വിരുദ്ധതയ്ക്ക് ഞങ്ങൾക്ക് ആരും ക്ലാസ്സൊന്നും എടുക്കണ്ട. ഞങ്ങൾ അവർക്കെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ഓപ്പൺ ചലഞ്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് നടത്തി. അംബാനിയുടെയും അദാനിയുടെയും പേര് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് EDനെ CBI അയച്ച് റെയ്ഡ് ചെയ്യാൻ ധൈര്യമുണ്ടോയെന്ന് പേര് പറഞ്ഞ് ഓപ്പൺ ചലഞ്ച് രാഹുൽ ഗാന്ധി നടത്തുക. ഇവിടെ അങ്ങനെ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ഓപ്പൺ ചലഞ്ചോ പേര് പറഞ്ഞൊരു വിമർശനമോ നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചുമ്മാ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുള്ളതല്ലാണ്ട് അതൊക്കെ ജനങ്ങൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടാവും എന്ന് പറയാനുള്ള കാരണം മുഖ്യമന്ത്രി മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടെന്നാണ് സ്റ്റേറ്റിൻ്റെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറയാം. കേരളത്തിൻ്റെ ചുമതലയുള്ള BJP നേതാവിനെ പ്രഭാരിയെ കാണുന്നത് എന്തിനാ? 2, നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. എന്ന് വെച്ചാൽ രഹസ്യ കൂടിക്കാഴ്ച, നിങ്ങൾ ആരും അറിയാതെ നടത്തിയ കൂടിക്കാഴ്ച. എന്തിനാ രഹസ്യമായി BJP പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു? നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞ? മുഖ്യമന്ത്രി. അപ്പോൾ ചർച്ച നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ്. അത് പൊളിറ്റിക്കൽ റീസൺ അല്ലാണ്ട് വേറെ എന്താണ് അവർ തമ്മിൽ ചർച്ച? അവർ തമ്മിൽ വല്ല കച്ചവട ബന്ധമുണ്ടോ? ഞങ്ങൾക്കുള്ളതായിട്ട് അറിഞ്ഞൂടാ ഈ ഡീലുകളല്ലാതെ. അതിൽ കേസാണോ, വോട്ട് ഷെയറിംഗ് ആണോ, സീറ്റുകൾ ധാരണയാണോ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണോ, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും പുറത്തു വരേണ്ടതാണ്. അപ്പോൾ അത് കൂടിക്കാഴ്ച നടത്തിയത് നിങ്ങളും അറിഞ്ഞിട്ടില്ല, ജനവും അറിഞ്ഞിട്ടില്ല. അവർ വെളിപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ അത്രയും രഹസ്യമായി കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിനായിരുന്നു ആ രഹസ്യ സ്വഭാവം? എന്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്? മുമ്പൊരിക്കൽ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതുപോലും ഉണ്ടായില്ല. കാരണം നിങ്ങൾ ആരും അറിഞ്ഞില്ല. നിരവധി തവണ കണ്ടു എന്നാണ്. EP മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു എന്നുള്ളത് ഇപ്പോൾ അംഗീകരിക്കുന്നു. അപ്പം ദർ ഇസ് സംതിങ് ഫിഷി. അത് ആ രഹസ്യാത്മകമായി അത് കണ്ടതിൽ പിന്നിൽ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്നുള്ള, അല്ലാണ്ട് പിന്നെ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും വേറെ വല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടോ? വല്ല ബിസിനസ് ഡീലും ഉണ്ടോ? പൈസ വാങ്ങലോ കൊടുക്കലോ ഉണ്ടോ? എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ച ആൾക്കാർ ഇപ്പോൾ അവസാനം എന്താ ഉണ്ടായത്? ഇപ്പോൾ EP ആണ് പോയത് ചർച്ച നടത്താൻ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ടാകും. ആ വിധിയെഴുത്തിനെ സംബന്ധിച്ച് ജൂൺ 4 കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലും തികഞ്ഞ പ്രതീക്ഷയിലുമാണ്. ഒരു ചോദ്യം പത്മജ വേണുഗോപാൽ പറയുന്നുണ്ടായിരുന്നു, വടകരയിൽ ഷാഫി ജയിക്കുകയാണെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ ആയിരിക്കും. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, ഷാഫി അല്ലല്ലോ തീരുമാനിക്കുന്നത്. പാർട്ടി ഉചിതമായ തീരുമാനം. നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിൽ ഇറങ്ങിയ ഒരു ഓളമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം, ഞങ്ങൾക്കൊരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അത് ഞങ്ങൾ പാർട്ടി വിഷ്ണുവേട്ടൻ പിന്നെ അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ ഞാൻ, അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ KSU കോൺഗ്രസ് രംഗത്ത് നിന്നിരുന്ന് ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ നല്ല ബന്ധമുണ്ട്. ഞാനും രാഹുലും തമ്മിൽ വ്യക്തിപരമായും പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തനം എന്നുള്ള നിലക്കുമൊക്കെ നല്ല ബന്ധവും സഹോദര ബന്ധവുമുണ്ട്. ഞങ്ങളെല്ലാം പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരാണ്. ഈ ബന്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസനുമായി നല്ലൊരു ബന്ധമുണ്ടല്ലോ നിങ്ങൾ? രസകരമായ നല്ലൊരു ബന്ധമുണ്ട്. എനിക്ക് വളരെ ആകസ്മികമായിട്ടുണ്ടായതാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമൊന്നുമില്ല. പക്ഷേ കിട്ടിയ 1-2 അവസരങ്ങളിൽ നല്ലൊരു അടുപ്പം
പരസ്പരം തോന്നാവുന്ന തരത്തിലുള്ള ഇടപഴകാനുള്ള ഒരു അവസരമുണ്ട്. പ്രചാരണത്തിന് എന്താ വരാതിരുന്നേ? എന്നോട് വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തിന് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കിയിരുന്നു. അത് പ്രചരണത്തിന് വന്നോ ഇല്ല എന്നുള്ളത് മാത്രം ബന്ധപ്പെട്ടുള്ളൊരു ബന്ധമല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു സ്നേഹബന്ധം ധ്യാനമായിട്ടുണ്ട്. ഈ സിനിമാ ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. ഇപ്പോൾ പല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഷാഫിയുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നു. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ നേതാവ് ഷാഫി പറമ്പിലാണെന്നാണ്. ഉണ്ണിമുകുന്ദനുമായി ഒരു കണക്ഷൻ ഉണ്ട് ഷാഫി? ഞങ്ങളുടെ ഇവിടുത്തെ പാലക്കാട്ടെ കുട്ടികളുടെ ഒരു മെറിറ്റ് അവാർഡ്സ്, പിന്നെ മറ്റേ അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് സ്മാർട്ട് പാലക്കാടിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി വന്നിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ. സത്യം പറഞ്ഞാൽ MLA അതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ പൊളിറ്റിക്സ് സിനിമ കമ്പൈൻഡ് ഇൻ്റർവ്യൂകളിലൊന്നിൽ അന്ന് 2011 അന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് കുറച്ച് സിനിമാ താരങ്ങളും കുറച്ച് ഞങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ഉണ്ണിയെ പരിചയപ്പെട്ട അന്ന് പരിചയം. BJP അനുഭാവിയാണെന്നൊക്കെയാണല്ലോ പൊതുവിൽ കമന്റുകൾ വരുന്നു. ഉണ്ണിമുകുന്ദന്റെ സംഖ്യ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ണിമുകുന്ദൻ നിരവധി നേരിടും. അല്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നടത്താറില്ല. ഞങ്ങൾ ഇവിടുത്തെ പിന്നെ പാലക്കാട്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ, അതിൻ്റെ ശേഷം ഓണത്തിന് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ജില്ലക്കാരനാണ്, അപ്പം പിന്നെ ആ പരിചയം ഉണ്ണിയായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട്. അച്ചൂമ്മൻ്റെ ഒരു വരവ് വലിയ രീതിയിൽ വാർത്തയായി. ഷാഫി പറമ്പിൽ അച്ചൂമ്മനെ കണ്ടിരുന്നു. ഉമ്മൻചാണ്ടി സാറുടെ മോളാണല്ലോ. സാറുണ്ടായിരുന്നെങ്കിൽ പിന്നെ സാറായിരുന്നു ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടിയിരുന്നത്. അപ്പോൾ അച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ്, അത് ഷാഫി പറമ്പിൽ എന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാനത് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം ഇല്ല എന്നുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, എപ്പോഴും അതൊരു കുറവ് തന്നെ. അത് വേറെ ആരെ കൊണ്ടും നികത്താനും പറ്റില്ല, വേറെ ആർക്കും അദ്ദേഹത്തെ പോലെ ആവാനും പറ്റില്ല. അപ്പം അത് ആ പ്രസൻസ് അനുഭവിച്ചറിഞ്ഞവർക്കൊക്കെ ഓർമ്മ നശിക്കുന്നിടത്തോളം പിന്നെ കാലം അതൊരു കുറവ് തന്നെയായിരിക്കും. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങണം, അച്ചൂമ്മന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങണം. നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഒരാൾ പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിറങ്ങണം.